ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേസിക് ചൈനീസ് റെസിപ്പിയാണ്. സ്റ്റിർ ഫ്രൈ ബീഫ് വിത്ത് ബീൻ സ്പ്രൗട്ട്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇന്നത്തെ റെസിപ്പിക്ക്. ആദ്യമായിട്ട് ഇതിന് വേണ്ടി ഞാൻ 300 ഗ്രാം ബീഫ് എടുത്തു വെച്ചു. ഇത് കേട്ടോ, ഇതുപോലെ തിന്നായിട്ട് നമ്മൾ അരിയണം, സ്ക്വയർ പീസസ് ആയിട്ട്. ഞാനിത് കടയിൽ നിന്ന് തന്നെ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്താണ് 300 ഗ്രാം ബീഫ്. രണ്ടാമതായിട്ട് ബീൻ സ്പ്രൗട്ട്സ് ആണ്. ഞാൻ ഇതിനു മുന്നേ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അത് ഞാൻ ഇവിടെ ഒരു 250 ഗ്രാമോളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ്. ബീൻ സ്പ്രൗട്ട്സ് ഒരുപാട് പോഷകമൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, കെ, ബി, സി, ഫൈബർ. അങ്ങനെ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 2 തണ്ട് സ്പ്രിംഗ് അണിയൻ ആണ്. ഒരു പകുതി വൈറ്റ് അണിയൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചത്, 2 ക്ലവ്സ് ഗാർലിക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. ഇതിന് പുറമേ നമ്മൾ ഇടേണ്ട മസാല പൗഡേഴ്സൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണിച്ചു തരാവേ. ആദ്യം നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ സൂ ഷെഫിന് ഭയങ്കര കുക്കിംഗ് മൂഡ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം യോഹാൻ, നമ്മൾ ഇന്നത്തെ നമ്മുടെ ബീഫ് റെസിപ്പിയിൽ വിൽ പുട്ട് ½ ടീസ്പൂൺ ഷുഗർ. അതവിടെ വെച്ചേ. 1/2 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. യു വോണ്ട് ടു പുട്ട് ഇറ്റ്? നോ, ജസ്റ്റ് pour it. No, just hold the plate and pour it. Ta-da! Okay. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സോസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കും. സോയ് സോസ് 1 ടീസ്പൂൺ. കറക്റ്റ്? ഓക്കെ, 1 ടീസ്പൂൺ സോയ് സോസ്. പിന്നെ 1 ടീസ്പൂൺ വിനെഗർ. അമ്മേ, ഇത് 1.5 ടീസ്പൂൺ ആയിപ്പോയി. 1 ടീസ്പൂൺ വിനെഗർ, 1 ടീസ്പൂൺ വർസെസ്റ്റർ സോസ്. ഇത് ഓപ്ഷണലാണ്, ഇതില്ലെങ്കിൽ ഇടണ്ട, കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോൾ വിനാഗിരി ഇട്ട് കൊടുത്തില്ലേ, വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കുക്കിംഗ് വൈൻ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് റെഡിയായി. ഇനി നമ്മൾ ലാസ്റ്റായിട്ട്, what is this, Johan? Corn. Yeah, corn. Corn flour ഇട്ട് കൊടുക്കാം. അമ്മേ, തുറന്നിട്ട്. I'll help you open it. I will open it. This corn powder. Yeah, corn powder 1 teaspoon. You want to put it? Yay. Okay. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത്ര സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ്. പിന്നെ നമുക്ക് ഇന്ത്യൻ ടച്ചൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പം അവരുടെ ആ ഒരു എക്സിസ്റ്റിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്, ഒരുപാട് ഇന്ത്യനൈസ് ചെയ്യാതെ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോൾ യോഹാൻ, ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോണേ? Let's cook. Yeah, let's cook. ആദ്യം നമുക്ക് ഒരു വോക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വലിയ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ, ഷടപടയെന്ന് നമ്മുടെ റെസിപ്പി റെഡിയാവും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ വളരെ തിന്നായിട്ട് അരിഞ്ഞുകൊണ്ടേ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ആദ്യം തന്നെ കണ്ടവനായിട്ട് ഇളക്കണ്ട, കുറച്ച് നേരം ഒന്ന് നിരത്തിയിടുക. ഇനി നമുക്കൊന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാത്തിനും കുറേ ഫ്ലേവറൊക്കെ ആഡ് ചെയ്താണ് നമ്മുടെ ഒരു ശീലം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ മസാല പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഞങ്ങൾക്കിപ്പം ഇങ്ങനെ ഒരു തനതായ രീതിയിൽ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ഒരു ഒത്തൻറ്റിക് രീതി തന്നെ കാണിക്കുവാണേ. അത്ര മതി. ഞാനിനി ബീഫ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്.
ഒരു 2-3 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തു. അപ്പോൾ തന്നെ ബീഫ് കുക്കായി വന്നു, കാരണം അത്രയ്ക്ക് തിൻ സ്ട്രിപ്സ് ആയിരുന്നു. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുവാന്നേ. ഇനി ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക, 1/2 സവാള, 2 ക്ലച്ച് ഗാർലിക് അരിഞ്ഞത്, ഞാൻ സവാള ഒരുപാട് മൂപ്പിച്ചില്ല, കുറച്ച് ക്രഞ്ചായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമ്മൾ നേരത്തെ ബീഫ് കുക്ക് ചെയ്തത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബീൻ സ്പ്രൗട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ തൂളി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒതൻറ്റിക് റെസിപ്പി ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ജാസ്മിൻ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്ലെയിൻ ബസുമതി റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ സെലക്ട് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ള വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക.